നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ആരാണൊരു സുപ്പീരിയർ മാൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെ നമുക്ക് ഒരു സുപ്പീരിയർ മാനായി മാറാം? ഒരു നോർമൽ മനുഷ്യരിൽ നിന്നും അച്ചീവ്മെൻ്റ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും മറ്റേത് മേഖല എടുത്ത് നോക്കിയാലും ഒരു ഇൻറ്റഗ്രിറ്റി ആണെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ കൂടുതലുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സുപ്പീരിയർ മാൻ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു സുപ്പീരിയർ മാനായി മാറാൻ കഴിയും. പക്ഷെ അതിന് ചില ക്വാളിറ്റീസ് ആർജിക്കേണ്ടതുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ക്യാരക്ടറിലും ഒക്കെ ഒട്ടനവധി മാറ്റം വരുത്തേണ്ടതുണ്ട്. കൃത്യമായി സമൂഹത്തിനുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സുപ്പീരിയർ മാനായി മാറാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമ്പർ 1, ഫിസിക്കൽ ഫിറ്റ്നസ്. ഒരു സുപ്പീരിയർ മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവല് ഒരു നോർമലായ വ്യക്തിയെക്കാളും 10 മടങ്ങ് കൂടുതലായിരിക്കും. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ അത് തുടങ്ങേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം കരുത്തമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കരുത്തില്ലാത്ത ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ള തൻ്റെ ഇടവും ആർജവും നമുക്കുണ്ടാവും. അപ്പൊ ഒരു സുപ്പീരിയർമാനെ സംബന്ധിച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയ ഒരു കാര്യമാണ്. എത്തരത്തിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കാം? കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ തയ്യാറാവും. നമ്മൾ ഭക്ഷണം എന്നും കഴിക്കണ പോലെ തന്നെ നമ്മുടെ ശരീരം ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാ ദിവസവും ചെയ്യേണ്ട എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. നമ്മൾ റീലൊക്കെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്ന വീഡിയോസ് കാണാറുണ്ട്. എത്ര പേര് അത് കണ്ട് ചെയ്യാറുണ്ട്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി. എന്നിട്ട് എക്സസൈസ് ചെയ്യാൻ തയ്യാറാവുക. അതിനോടൊപ്പം കൃത്യമായ ഡയറ്റും വേണം. ഡയറ്റ് എന്നുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇന്ന രീതിയിൽ ഇത്ര മണിക്ക് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമല്ല. ശരീരത്തിന് ആവശ്യമുള്ളത് കഴിക്കുക, അനാവശ്യമായി കഴിക്കാതിരിക്കുക. കാരണം കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളിൽ പല ആൾക്കാരും ക്ഷീണിക്കണത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ക്ഷീണം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ കണ്ടമാനം വലിച്ചു വാരി കഴിക്കാതെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് ഈസ് പ്രോപ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ അഡിക്വേറ്റ് സ്ലീപ്പ്. നന്നായി ഉറങ്ങണം. അത് എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളതല്ല, മറിച്ച് ഉറങ്ങുന്ന സമയത്തെ ഉറങ്ങുന്നതിന്റെ ക്വാളിറ്റിയാണ് അവിടെ മാറ്റേഴ്സ്. അപ്പൊ കൃത്യമായി ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിന് കഴിക്കുക. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ ഒരു സുപ്പീരിയർ മാൻ ആവണമെങ്കിൽ നാം ഒരു ശപഥമെടുക്കണം. ഇന്നു മുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്ത് എക്സസൈസ് ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ് നേടിയെടുക്കുമെന്ന്. നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്പർ 2, മെന്റൽ റെസിലിയൻസ്. മാനസികമായി എത്ര വലിയ കുഴിയിൽ വീണാലും അവിടെ തിരിച്ച് കയറി വരാനുള്ള ഒരു തൻ്റെ ഇടം എളുപ്പമല്ല, സാധ്യമാണ്. എന്തുകൊണ്ടാണ് ശരീരം ഫിറ്റ് ആക്കേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ, ശരീരം ആദ്യം ഖലുധർമ്മ സാധകം എന്ന് പറയും. നല്ലൊരു ശരീരത്തിലെ നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ നല്ല ശരീരം ഉണ്ടാക്കിയാലേ നമുക്ക് മെന്റലി റെസിലിയൻസ് ഫാസ്റ്റായി തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിയർലെസ് ആയി മാറും. അനാവശ്യമായ പേടികളൊക്കെ ദൂരെ പോകും. ഒരു പ്രത്യേക ധൈര്യം വരും. അപ്പോൾ മെന്റൽ റെസിലിയൻസ് ഉണ്ടാക്കാനായി ചലഞ്ചസിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വെല്ലുവിളികളെ വെല്ലുവിളിക്കുക. നമുക്ക് എന്തൊക്കെയാണോ വെല്ലുവിളിയായിട്ട് തോന്നുന്നത് അതിനെ അങ്ങോട്ട് വെല്ലുവിളിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പറയാനായി ധൈര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പറയാൻ തുടങ്ങുക. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്ഥലത്ത് മൗനം പാലിക്കുന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ ചലഞ്ചസ് എടുക്കാൻ തയ്യാറാവുക, ഫിയർലെസ് ആയി മാറുക എന്നുള്ള 2 സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടും മെന്റൽ റെസിലിയൻസ് കൂട്ടാൻ ചെയ്യേണ്ടതെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പോസിബിലിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. എന്ത് കണ്ടാലും കൊള്ളാമല്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. അതെല്ലായിടത്തും വർക്ക് ചെയ്യണമെന്നില്ല. കാര്യം കുഴപ്പം കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യേണ്ടടുത്ത് ക്ലിയർ ചെയ്യണം. എന്ത് കണ്ടാലും കുഴപ്പം കണ്ടുപിടിക്കുന്നത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. എന്നാൽ മൂന്നാമത്തെ മൈൻഡ് സെറ്റ് ആണ് പോസിബിലിറ്റി മൈൻഡ് സെറ്റ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ സോൾവ് ചെയ്ത് മുൻപോട്ട് പോവുക. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് സോൾവ് ചെയ്യാൻ പുറകെ നടക്കാണ്ടിരിക്കുക. പോസിബിലിറ്റി അന്വേഷിച്ച് മുൻപോട്ട് പോകുന്നതാണ് പോസിബിലിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മെന്റൽ റെസിലിയൻസ് കൂട്ടുക എന്നുള്ളതാണ് ഒരു സുപ്പീരിയർ മാനായി മാറാൻ ചെയ്യേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. 3, കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ. പരിവർത്തനം എന്നുള്ളത് ഒരു ദിവസം നടക്കേണ്ട ഒരു പ്രക്രിയ അല്ല, അല്ലെങ്കിൽ ഒരു തവണ ഒരു ജന്മത്തിൽ നടക്കേണ്ട പ്രക്രിയ അല്ല. പരിവർത്തനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിങ്ങനെ പരിവർത്തനം ചെയ്ത് നമ്മൾ പുതിയ ആളായി മാറണം. പുതിയ ആളെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അക്കാഡമിക്കായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അക്കാഡമിക്കായിട്ട് പഠിക്കണം, നല്ല കാര്യം. അതിനോടൊപ്പം സ്വന്തമായി പുസ്തകങ്ങൾ വായിച്ചും
യൂട്യൂബിലെ വീഡിയോസ് കണ്ടാൽ മതി, നല്ല നോളജ് കിട്ടും. ChatGPT യൂസ് ചെയ്തും അങ്ങനെ പല രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ പഠിക്കുന്നുണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ വൈഡാവും. ഒരു ബ്രോഡ് ആൻഡ് പെർസ്പെക്റ്റീവിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരിക്കും സ്റ്റഡി, ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ലേണിങ്ങിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ട്രാൻസ്ഫോർമേഷൻ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. സോ കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ അക്യൂർ ചെയ്യാൻ വേണ്ടി പഠിക്കുക, പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുക, ലൈഫിനെ കുറച്ചുകൂടെ വിശാലമായി എക്സ്പ്ലോർ ചെയ്യുക. ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ തകർന്നു. എന്നാൽ അതിന് പകരമായി ബ്രോഡനായിട്ടുള്ള ഈ ലോകത്തെക്കുറിച്ച് ഓർത്താണ് ജീവിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പ്രശ്നമില്ല, ലോകം വീണ്ടും വിശാലമാണെന്നുള്ള തിരിച്ചറിവ് കിട്ടും. ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയും. സുപ്പീരിയർ മാന് വേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ. നമ്പർ 4, ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷൻസ് ഉണ്ട്, വികാരങ്ങളുണ്ട്. സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, അങ്ങനെ പല വികാരങ്ങൾ എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവും. ഈ വികാരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അമിതമായി പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻസ് വരും. ചിലപ്പോൾ നിരാശരായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിലത്ത് കിടക്കുന്ന, തളർന്നു കിടക്കുന്ന സിറ്റുവേഷൻസും വരും. ഇതൊക്കെ വരുന്ന സമയത്തും തിരിച്ചു വരാനുള്ള കഴിവ് നമുക്ക് വേണം. നമ്മുടെ ഇമോഷൻസിന്റെ മേളിലൊരു ഇന്റലിജൻസ് വേണം. അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അവനവനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സെൽഫ് അവെയർനെസ് എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ. ഞാൻ എപ്പോഴാണ് സങ്കടപ്പെടണേ, ഞാൻ എപ്പോഴാണ് സന്തോഷിക്കണേ, എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരണേ, ആരുടെ പ്രസൻസ് ആണ് എന്നെ ഭ്രാന്തനാക്കണേ, ആരുടെ പ്രസൻസിലാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആവണത്, ഇതെല്ലാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. സെൽഫ് അവെയർനെസ് കിട്ടിയാൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൽഫ് റെഗുലേഷൻ നടത്തുക എന്നുള്ളത് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ഭ്രാന്തനാക്കുന്ന, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകളെ ഒഴിവാക്കി വിട്ടേക്കുക. അവരെ അവരുടെ വഴിക്ക് വിടുക. അവരുടെ പുറകെ നടന്ന് സമയം വേസ്റ്റ് ചെയ്യരുത്. വേസ്റ്റ് ചെയ്താൽ അത് ലൈഫിന് തന്നെ പ്രശ്നമായി മാറും. അവിടെ ആ ഇന്റലിജൻസ് കാണിക്കണം. നമ്മുടെ ഇമോഷൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വീണ്ടും അവരുടെ പുറകെ വേണ്ടി പറയും. പക്ഷെ പോകരുത്. അവിടെ ഇന്റലിജന്റ് ആയി ചിന്തിച്ച് മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്താനുള്ള തൻ്റെ ഇടം കാണിക്കണം. അവനെ വിളിക്കണ പേരാണ് കേട്ടാ സുപ്പീരിയർ മാൻ. അല്ലാത്തവൻ കരഞ്ഞ് പുറകെ നടക്കത്തേ ഉള്ളൂ. അങ്ങനെ നടന്നാൽ അവനുള്ള വിലയും കൂടെ പോവുകയും ചെയ്യും. സോ ഒരു സുപ്പീരിയർ മാൻ ആയി മാറണമെങ്കിൽ ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇമോഷണലി ഇന്റലിജന്റ് ആയി മാറാൻ തയ്യാറാണ്. അതിന് സെൽഫ് അവെയർനെസ് എന്ന ടൂളും നമ്മൾ ഉപയോഗിക്കണം, സെൽഫ് റെഗുലേഷൻ ആകുന്ന ടൂളും നമ്മൾ ഉപയോഗിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കണ്ടമാനം വലിച്ചുവാരി സംസാരിക്കുന്നതിന് പകരം പ്രിസൈസായി, കൺസൈസായി പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. കാരണം നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം സംസാരിക്കുമ്പോൾ മണിക്കൂറുകൾ സംസാരിച്ച് അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കൂടുതൽ മണിക്കൂറിൽ സംസാരിക്കുന്ന വേസ്റ്റാണ്. മനസ്സിലാക്കേണ്ട ആളോട് കാര്യം കൃത്യമായി ഒരു തവണ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ 2-3 തവണ പറഞ്ഞാൽ മനസ്സിലാവും. അത് വലിച്ചുവാരി പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളാണെങ്കിൽ വീണ്ടും അവരെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് മഠയത്തരമാണ്. അതിന് നിൽക്കാതെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭംഗിയാവണമെന്ന് മാത്രമല്ല, ആരോട് എന്ത് സംസാരിക്കുന്നു എന്ന കോണ്ടെക്സ്റ്റ് തിരിച്ചറിയുക എന്നൂടെ അർത്ഥമുണ്ട്. അപ്പൊ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സൈലൻസ് പാലിക്കേണ്ട സ്ഥലത്ത് സൈലൻസ് പാലിക്കുക. നമ്പർ 5, പേർപ്പസ് ആൻഡ് പാഷൻ. കൃത്യമായൊരു പേർപ്പസോട് കൂടിയായിരിക്കും ഒരു സുപ്പീരിയർ മാൻ ജീവിക്കുന്നത്. ഇപ്പൊ നോർമലായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ജീവിതത്തിൽ വലിയ പർപ്പസ് കാണുന്നില്ല. ചിലപ്പോൾ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. പക്ഷെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം എന്ന ചിന്തയൊക്കെ പലപ്പോഴും സുപ്പീരിയർ മാനിന് അല്ലെങ്കിൽ സുപ്പീരിയർ വുമണിന് വരുന്ന ഒരു ട്രെയിറ്റ് ആണ്. അത്തരത്തിൽ കൃത്യമായ ഒരു പേർപ്പസ് ഡിഫൈൻ ചെയ്യണം. ഒരു ദിവസം രാവിലെ കിടക്കപ്പായെന്ന് ഞാൻ എന്തിനെണീക്കണം, കൃത്യമായൊരു പേർപ്പസ് വേണം. അതുണ്ടായാൽ നമ്മൾ എണീക്കും. അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോണ സമയത്തും നാളെ രാവിലെ എന്തിനാലാം വെക്കണം, അതിനുള്ള ഉത്തരവാണ് പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായ പേർപ്പസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ വൈബ്രന്റ് ആയിരിക്കും. അവർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു എനർജി റേഡിയേറ്റ് ചെയ്യും. ആ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ കൃത്യമായൊരു പേർപ്പസ് വേണം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇരുന്നൊന്ന് ചിന്തിക്കണം. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ചിന്തിച്ച് അവനവൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് കണ്ടുപിടിക്കുക. കാര്യം അത് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ വൈബ്രേറ്റിംഗ് ആയി, റേഡിയൻ്റ് ആയി, ഒരു എനർജി ബാങ്ക് ആയി തന്നെ മുൻപോട്ട് പോകാൻ കഴിയും. നമുക്ക് അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാനും ഒരുപാട് ആളുകളെ സഹായിക്കാനും കഴിയും. പർപ്പസിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യൂസ്.
ചില വാല്യൂസ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കുലുങ്ങരുത്. അപ്പം നമുക്കൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ്, കണ്ടിന്യൂസ് ആയി പഠിക്കുന്നതായിരിക്കും നമ്മുടെ വാല്യൂ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം. ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കും, എന്തിനാ ഇങ്ങനെ പഠിക്കണേ, ഇനിയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനൊന്നും ചെവി കൊടുക്കരുത്. നിങ്ങളുടെ വാല്യൂ ആണോ പഠിക്കണത്, ഇരുന്ന് പഠിക്ക്. നിങ്ങളുടെ വാല്യൂ ആണോ ഓടണത്, ഓട്. നിങ്ങളുടെ വാല്യൂ ആണോ ഡാൻസ് കളിക്കണത്, ഡാൻസ് കളിക്ക്. എന്താണോ നിങ്ങളുടെ വാല്യൂ, ആ വാല്യൂവിൽ സ്റ്റിക്ക് ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവണം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാധാരണ ഒരാൾക്ക് ലക്ഷ്യമുണ്ടെന്ന്. അതേപോലെ തന്നെ ലക്ഷ്യം ഒരു സൂപ്പർമാനും ഉണ്ട്. പക്ഷെ അയാളുടെ ലക്ഷ്യത്തിന് മീനിങ് ഫുൾ ഗോൾ എന്നാണ് വിളിക്കുന്നത്. ഒരു അർത്ഥവത്തായിട്ടുള്ള ലക്ഷ്യമായിരിക്കും ആ വ്യക്തികൾ. നോർമലി ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യം സാധിച്ചതിന് ശേഷം എന്തിനായിരുന്നു ഞാൻ ലക്ഷ്യം സാധിച്ചത് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതായത് ഒരു മലയുടെ മുകളിലൊക്കെ കയറിയതിനു ശേഷം എന്തിനാ മലയുടെ മുകളിൽ കയറിയേ, അർത്ഥം ഉണ്ടാവില്ല, അർത്ഥശൂന്യത ഉണ്ടാവും. പക്ഷെ അർത്ഥം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് അതിനെ റീച്ച് ചെയ്ത് പിടിക്കണവനാണ് സുപ്പീരിയർ മാൻ എന്ന് പറയുന്നത്. നമ്പർ 6, സെർവ് അതേഴ്സ്. മറ്റുള്ള ആളുകളെ സെർവ് ചെയ്യാൻ, മറ്റുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, തനിക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിശ്വസിക്കുകയും തനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് ഒരു സുപ്പീരിയർ മാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം കൂടുതൽ അവകാശങ്ങളെ പറ്റി അല്ല സംസാരിക്കാറ്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ എത്ര ഭംഗിയായി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം എന്നായിരിക്കും ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെ എങ്ങനെ സെർവ് ചെയ്യാം, തന്നെ ഇത്രത്തോളം വളർത്തിയ സമൂഹത്തെ എങ്ങനെ തിരിച്ചു സഹായിക്കാം, സമൂഹത്തിലേക്ക് തിരിച്ചെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, തന്റെ മരണത്തിന് മുൻപ് ഈ ഭൂമിയിൽ ഈ ലോകത്തില് എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് എങ്ങനെ പോവാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് സുപ്പീരിയർ മാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ കുറച്ചാൾ ഈ ഭൂമിയിലുണ്ട്, ഞാനും കുറച്ചാൾ ഈ ഭൂമിയിലുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്ത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും താങ്കൾ എന്ന വ്യക്തി ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ധീരമായ ഒരു തീരുമാനം എടുത്തിട്ട് അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ധൈര്യം കാണിക്കണം. തീർച്ചയായിട്ടും താങ്കൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.